നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ ഈ ഇരിപ്പ് കാണുമ്പോ ടെൻഷൻ മുഴുവൻ എനിക്കാ. അച്ഛനുണ്ടാവുമെന്നാ എനിക്കൊരു പേടി. അച്ഛന്റെ കാര്യം അറിയാലോ. എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ പറഞ്ഞത് കയറിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ വലിയൊരു കാർമേഘം നീങ്ങിയ അവസ്ഥയില്ല ഇപ്പൊ എല്ലാവരും. അതുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവാൻ പോകുന്നെന്നാ എന്റെ നിഗമനം. അമ്മ ശാലിനിയെ വിളിക്കാൻ പോയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ആളാ ഞാൻ. കാരണം അമ്മ എനിക്കറിയാം, എന്റെ സങ്കടം കാണാനുള്ള മനസ്സ് അമ്മയ്ക്കില്ല. അതുകൊണ്ട് മാത്രം ഇപ്പൊ പോയിരിക്കണേ. പക്ഷെ ശാലിനിയെ കാണുമ്പോ സംസാരിക്കുമ്പോ അമ്മ ഇതെല്ലാം മറക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. ഒന്നും ഉണ്ടാവില്ലെന്ന് സമാധാനിക്കാൻ വിഷ്ണുവേട്ടാ. സത്യമ്മയോടൊപ്പം എന്റെ കുഞ്ഞേച്ചി ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. വിഷ്ണുവേട്ടന് വേണ്ടി കുഞ്ഞേച്ചി ഓടി നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ സത്യമ്മയും കണ്ടതല്ലേ. പിന്നെ നേരത്തെ കുഞ്ഞേച്ചിയോട് ഉണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പൊ സത്യമ്മയ്ക്കില്ല. വന്നല്ലോ. അച്ഛ, ശാലിനി എവിടെ? എന്റെ അമ്മയോട് ചോദിച്ചാ. അമ്മേ, ശാലിനി എവിടെ? അവക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശിയാടാ. അങ്ങനെ തന്തയില്ലാത്തൊരു കൊച്ചിന് തന്തയൊന്നും ആകാൻ ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. ദേ, അങ്ങനെ ഒരു അച്ഛന്റെ വേഷം മോൻ കെട്ടുകയും വേണ്ട. എന്താ എന്താ ഉണ്ടായതെന്താ? എന്തുണ്ടായാനാടാ? നിന്റെ ഭാര്യയുടെ അമ്മയമ്മയുടെയും വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയാണോ നീ എന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അവരെന്തൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞെന്ന് നിനക്കറിയോ? തോലിരിഞ്ഞ അവസ്ഥയില്ല ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. കണ്ടില്ലേ കൊണ്ടുപോയി പുടവ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു നിന്റെ ഭാര്യ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസക്കാർക്ക് കൊടുക്കാന്ന്. ഇപ്പൊ തൃപ്തിയായില്ലേടാ നിനക്ക്? എന്തുണ്ടായത്? ഈ അമ്മ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്തല്ല, ആർക്കും ഇപ്പൊ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ തന്നെ പറയും അമ്മ എന്ന് പറഞ്ഞത് ശരിയായിരുന്നെന്ന്. എടാ, ഇത് നിന്റെ ജീവിതോ, തീരുമാനം എടുക്കേണ്ടത് നീയും. ഭാവിയിൽ വരാവുന്ന വലിയൊരു ചോദ്യത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടത് ഈ അമ്മയുടെ കടമയും. സത്യമ്മ അങ്ങനെയൊന്നും നീ മിണ്ടരുത്. നിനക്കിപ്പോ സമാധാനമായല്ലോടാ. അമ്മയെ നാണം കെടുത്തി ഒരു വഴിക്കാക്കിയപ്പോ ആശ്വാസമായല്ലോ. എടാ, നിന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ അവളെ വിളിക്കാൻ പോയത്. എന്നിട്ട് അവൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.